friends, welcome back to my channel Reach's Creations. ഇന്ന് നമ്മളൊരു ബോട്ടിൽ അക്വേറിയം ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ക്ലീൻ ആയിട്ട് ബോട്ടിൽ എടുക്കുക. അതിലേക്ക് ചുറ്റാൻ പോകുന്നത് നമ്മൾ പഴയ തോർത്തോ അങ്ങനെ എന്തെങ്കിലും കോട്ടൺ തുണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു തുണി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി തൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗമ്മും വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ കോട്ടൺ തുണിയില്ലേ അത് ഇതുപോലെ വെച്ചിട്ട് ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി ഈ തുണി നമ്മുടെ ബോട്ടിൽ ചുറ്റി കൊടുക്കുക. ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും ചുറ്റി കൊടുക്കുക. നല്ല മടക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചുറ്റി കൊടുക്കുക. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവസാനം ചെയ്യും നല്ല ഭംഗിയുണ്ടാവും, നല്ല വൃത്തിക്ക് ആവും ചെയ്യും. എന്താ മുകളിലത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ക്ലോത്ത് കൊണ്ട് നമ്മൾ ബോട്ടിലിന് താഴെയും മുകൾ ഭാഗമൊക്കെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ചുറ്റി വെച്ച തുണിയില്ലേ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഗം എടുത്തിട്ട് മുകളിൽ നന്നായി തേച്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോരും, അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതിന് വേണ്ടി നമ്മളങ്ങ് ചെയ്തട്ടോ. ഇതപ്പോൾ നമ്മൾ മുകൾ ഭാഗം താഴെ ഭാഗമൊക്കെ ഗം കൊണ്ടൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ആ തുണിയിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ കളർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തുണിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ബ്ലൂ കളർ കൊടുത്തെന്ന് വെച്ചിട്ട് അതെന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ചോയ്സ് ഏതാണോ അതനുസരിച്ചിട്ട് പെയിൻറ്റിൻ്റെ കളറൊക്കെ വ്യത്യാസപ്പെടുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. ഫെവിക്രൈലിൻ്റെ മൗൾഡ് ക്ലേ ആട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. അത് ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫസ്റ്റിന് നമ്മളിവിടെ മീൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മീൻ ഉണ്ടാക്കുന്നതെന്ന്. നമ്മളുടെ മീനിൻ്റെ ഷേപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ അതിൻ്റെ വാലിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കത്രികയുടെ ആ തുഞ്ചഭാഗമായിട്ട് കൊടുക്കുന്നത് നല്ല ഷാർപ്പായിട്ടുള്ള, അതുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. നമ്മളിവിടെ ക്ലേ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കത്രിക അങ്ങനെ ഉള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നഖം കൊണ്ട് നടുഭാഗത്തൊക്കെ ഒന്ന് ചെകള പോലെ ആക്കി കൊടുക്കുക. അക്വേറിയം ഉണ്ടാക്കുമ്പോൾ അത് ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഗ്രാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച ആ ബോട്ടിൽ എടുക്കുക, പെയിൻറ്റ് ചെയ്ത് വെച്ച ബോട്ടിൽ ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ആ നടുഭാഗം ഇല്ലേ പെയിൻറ്റ് ചെയ്യാത്ത ആ ഭാഗം അതിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറും ഗമ്മും അതുപോലെ തന്നെ വൈറ്റ് അക്രൈലിക് പെയിൻറ്റും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്യുക. അത് എന്നിട്ട് ബോട്ടിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ കോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ബേസ് കോട്ട് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് മെറ്റാലിക് പെയിൻറ്റും ഡാർക്ക് ബ്ലൂവും കൂടി മിക്സ് ചെയ്യുക. ഇതുപോലെ എന്നിട്ട് താഴെ ഭാഗത്തായിട്ട് ആ ലെയറിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിന് മുകളിൽ എന്തിനാന്ന് വെച്ചൊരു ഷെയ്ഡ് പോലെ വരാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ ഒട്ടിക്കാനുള്ള മീനുകളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പെയിൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ മീനാണ് വേണ്ടത് അതൊക്കെ ചെയ്യാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇനി ബോട്ടിലേക്ക് നമുക്ക് ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബോട്ടിൽ അക്വേറിയം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സിൽവർ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോത്തിന് മുകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ. നമ്മുടെ ബോട്ടിൽ അക്വേറിയം ഇതവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതിന് കൂടെ കുഞ്ഞ് ബെല്ലൈക്കണില്ലേ അതൊന്നും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.